ആലപ്പുഴ അച്ചൻകോവിലാറ്റിൽ നിന്നുള്ള ജലമൊഴുക്ക് നിയന്ത്രിക്കുന്ന ഷാർഖാവ് തോട്ടിലെ ഷട്ടർ ചീപ്പ് തകർന്നു. ഷട്ടറിന്റെ കിഴക്കേ ഭാഗത്തെ കോൺക്രീറ്റ് സ്ലാബ് ഉൾപ്പെടെയാണ് തകർന്നത്. ഇതോടെ ഷട്ടറിന് മുകളിലൂടെയും തകർന്ന ഭാഗത്തുകൂടിയും ശക്തമായ വെള്ളമൊഴുക്കാണ്. മണ്ണൊലിച്ചു പോകുന്നതിനാൽ ഷട്ടറിന്റെ ബാക്കി ഭാഗവും നിലം പൊത്താവുന്ന അവസ്ഥയിലാണ്. ഷട്ടർ തകർന്നാൽ 900 ഏക്കറോളം പാടശേഖരവും 1000 ഏക്കറിലെ കരകൃഷിയും വെള്ളത്തിലാകും. 300-ലധികം വീടുകളിലും വെള്ളം കയറാൻ സാധ്യതയുണ്ട്. അച്ചൻകോവിലാർ കരകവിഞ്ഞതോടെ കഴിഞ്ഞ 2 ദിവസമായി ഷട്ടറിന് മുകളിലൂടെയാണ് വെള്ളം ഒഴുകിയത്. ഷട്ടറിനുണ്ടാകുന്ന തകർച്ച പള്ളിപ്പുറം, ഇടനീർ, മേനിലം, ആലംതുരുത്തി എന്നിവിടങ്ങളിലെ കൃഷിയെ സാരമായി ബാധിക്കും. 2018-ലെ പ്രളയത്തിൽ ശക്തമായ ബലക്ഷയമുണ്ടായി. അധികാരികളുടെ അനാസ്ഥ മൂലം സംഭവിച്ച ഒരു വെള്ളപ്പൊക്കമാണിതെന്നും ജനപ്രതിനിധികൾ വന്ന് ഫോട്ടോ എടുത്തു പോകുന്നതല്ലാതെ നടപടികളൊന്നും ഉണ്ടാവുന്നില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. 2018 ഈ വെള്ളപ്പൊക്കത്തിൽ അത് കഴിഞ്ഞപ്പോൾ ഈ ഉണക്കായ സമയത്ത് ഇത്രയും നാൾ ഇവർ ചെയ്തിട്ടില്ല. ഇതിന് അവർ വരും നോക്കും, അല്ലാതെ പിന്നെ ഒരു മനുഷ്യൻ ഇവിടെ തിരിഞ്ഞു നോക്കത്തില്ല. കുറേ പേര് വന്ന് ഫോട്ടോ എടുത്ത് ഇങ്ങനെ പോകുന്നതല്ലാതെ ഇവിടെ യാതൊരു നടപടി ഇവിടെ ചെയ്തിട്ടില്ല. അധികാരികളുടെ അനാസ്ഥ മൂലം സംഭവിച്ച ഒരു വെള്ളപ്പൊക്കത്തിനകത്ത് ഈ സൈഡ് മൊത്തം ഇടിഞ്ഞു പോയത്. ഇത് അന്ന് ചെയ്യാനായിരുന്നെങ്കിൽ ഇതൊരു 3-4 കല്ല് ഇളയിട്ടുള്ള ഒരു ചാക്ക് സിമെന്റിന് ഒരു മൈക്കാട് ഒരു മേശിന് മാത്രം മതിയായിരുന്നു. ഇന്ന് അതുകൊണ്ട് ലക്ഷക്കണക്കിന് നഷ്ടം ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇതുമൂലം ആയിരക്കണക്കിന് ആൾക്കാരുടെ കൃഷിയാണ് നശിച്ചത്. ഓണത്തിന് വെട്ടാനുള്ള കൊല, ആയിരക്കണക്കിന് കൊലകൾ വെട്ടായിരുന്നു.